പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വന്നിരിക്കുകയാണ്. ബണ്ടുവാൻ ബണ്ടുവാൻ എന്നല്ലേ ബണ്ടുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസണർ. മലേഷ്യൻ ഭാഷയാണ്. മലേഷ്യക്കാർ നമ്മുടെ കൈദി എടുത്തിട്ട് ചെയ്ത ഒരു റീമേക്കാണ്. നോർത്തിൽ അളിയന്മാർ കൈദിയുടെ കൊണ്ട് റീമേക്ക് എടുത്ത് വെച്ച് ചെയ്തിട്ടില്ലയോ, ആ കൊതിനടിക്കുന്ന സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്തിട്ടില്ലയോ, അവനൊക്കെ കാണണം. ഇങ്ങനെയൊക്കെയാണ് റീമേക്ക് ചെയ്യേണ്ടത്. താമസിക്കുന്നില്ല, നമുക്ക് റിയാക്ഷനിലേക്ക് കിടക്കാം. Sekarang kau tak ada pilihan. Kalau tak aku tahan kau, aku sumbat kau dalam kau. Duit lebih cukup untuk lifetime settlement. ലൈഫ് സെറ്റിൽമെന്റ്. അയ്യോ, ആ പടത്തിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് ഈ പടം. കാരണം ഈ ട്രെയിലറിൻ്റെ ഇത്രയും ഞാൻ കണ്ടുള്ളൂ, ജസ്റ്റ് ഗ്ലിംസ് ആയിട്ടുള്ളൂ. എനിക്കിപ്പോഴേ മനസ്സിലായി സൂപ്പറായിരിക്കും. അറിയുന്നവൻ ചെയ്ത പണിയാണ്. ആയിവ ഷോട്ട്, ഇതാണ് ഷോട്ട്. Tuan, ada mana-mana pegawai di sana? Kalau ada tolong jawab. Dengar tak? Nama suspek Dali. Iconic scene where എടുത്തിട്ടുണ്ട്. BGM എടുത്തിട്ടുണ്ട്. അപ്പോ പടം വേൾഡ് വൈഡ് എന്തുമാത്രം സ്വീകാര്യത ഉണ്ടായെന്ന് നമുക്കിതിൽ തന്നെ മനസ്സിലാവും. എന്തുകൂടെ ഈ കാണിച്ചത് അവന്മാർ ടീസറിൽ. ഈ പടം എന്നാ ഇറങ്ങുന്നേ? പടം ഇറങ്ങി ഗൈസ്, നവംബർ 6. ഞാൻ എന്താ എല്ലാം ലേറ്റായിട്ട് അറിയുന്നേ? ട്രെയിലർ ഇറങ്ങിയായിരുന്നു. 500 kilo. Anggaran nilai 30 juta. Aku akan jadikan diorang semua tu contoh. Siapa langgar tempat aku, semua akan mampus. Kita dah ada 500 kilo barang dia. Dia mesti keluar malam ni. Kami ada seorang yang menyusahkan ni. Nama dia Dali. Sampai sekarang kan satu orang pun tahu dia macam mana. Dali dah 10 tahun di penjara. Dali dia ഒക്ടോബർ അല്ലേ ആയിട്ടുള്ളൂ? ഒക്ടോബർ, നവംബർ. ഞാൻ എന്തോ അടിയത്, എൻ്റെ കിളി പോയത്. നവംബർ ഇനിയുണ്ട്, സമയമുണ്ട്. നവംബർ 6 ഇറങ്ങുന്നത്. സോറി, tak jumpa anak dia കണ്ടോണ്ടിരുന്നത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. 10 tahun. Tak adil tuan. Jangan rumput saya. Kau ingat kau seorang jadi keluarga? Tu yang terbaik tu. Semua ada keluarga. Masa depan anak cerah tapi tak ada ayah. Janji saya kat tuan tak habis lagi. Dialog. Tuan cuma tahu saya masuk penjara selama 10 tahun. Tapi tuan tak tahu apa yang saya buat sebelum itu. റീമേക്കിന് തന്നെ ഇമാതിരി ഗൂസ് ബംസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ റീമേക്ക് 100% ഓണസ്റ്റ്ലി അവർ ആ പടത്തിന് നീതി പുലർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നോർത്ത് ഇന്ത്യയെ കൊണ്ട് കൊതുകിന് മരുന്നടിക്കുന്ന പോലെ അല്ല. നോർത്ത് ഇന്ത്യൻസിന് എന്നാണ് ഇതൊക്കെ പഠിക്കുക? ബോളിവുഡ് വേക്കപ്പ്. Siapa dia buat? Sebab saya tak sedar mana. Kan aku dah janji dengan kau. Aku sendiri yang akan bawa kau jumpa dengan anak kau.
November 6 കണ്ടിരിക്കും. ഈ പടം ഞാൻ കണ്ടിരിക്കും. പക്ഷേ ഇന്ത്യയിൽ റിലീസ് ഉണ്ടോ എന്നറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഇനി മലേഷ്യ പോയിട്ട് വരുമോടെ ഈ പടം കാണാൻ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഈ പടം കാണണം. ലോകേഷിന് ഇനി കൈദി 2-ൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ആൾക്ക് സ്റ്റോറി ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. കാര്യം കൂലി പണി വെച്ചിരിക്കുന്നത് കണ്ടതാണ്. അപ്പോൾ കൈദി 2-ന് ആളിന് സ്റ്റോറി ഇല്ലാണ്ട് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ പാടുപെടുകയാണോ എന്ന് എനിക്ക് വലിയൊരു ഡൗട്ടുണ്ട്. ആളിനി കാട്ടിക്കൂട്ടി വെക്കാനുള്ള പരിപാടിയായിരിക്കും മിക്കവാറും. ഒന്നും പറയാൻ പറ്റത്തില്ല ഇയാളെ. അയാൾ അമ്മാതിരി പടവും ചെയ്ത് ലാസ്റ്റ് കൊണ്ടുവന്ന് കൂലിയിൽ അയാളുടെ തനി ഗുണം കാണിച്ച പോലെ ആയിപ്പോയി. റീമേക്ക് പൊളിയായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നു, നമ്മുടെ കൈദി 2 ലോകേഷ് എടുത്ത് പൊട്ടിപ്പോയാൽ ഇവന്മാർ കൈദി 2 അടിപൊളിയാക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ദർ ഇസ് എ ഹോപ്പ്. അപ്പോൾ ആ ഒരു ഹോള് വച്ചിട്ടായിരിക്കണം ഇവന്മാരിങ്ങനെ ഒരു സിനിമ എടുക്കാനായിട്ട് പുറപ്പെട്ടത്. അപ്പോൾ ലോകേഷ് അണ്ണ, എന്തരണ്ണ നിങ്ങൾ പണി വച്ചത് കൂലിയിൽ? ഇനി ഒന്നുമില്ല, കൂലിയില്ല, ലോകേഷും ഇല്ല. കൈദി 2 അങ്ങോട്ട് എടുക്ക്. ഇയാൾ കൈദി 2 എടുക്ക്. ഇവിടെ പയ്യന്മാർ പണി തുടങ്ങി. അപ്പോൾ ലോകേഷിനെ സ്മരിച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ November 6 ബണ്ടുവാനും കാണണം. അപ്പോൾ വണക്കം, ബൈ.